പ്രിയ സുഹൃത്തുക്കളെ, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് 12/1 ഒരു പ്രധാനപ്പെട്ട ദിനമാണ്. ശുഭാൻശു ശുക്ല ഇന്ന് ബഹിരാകാശത്തേക്ക് പോവുകയാണ്. രാകേഷ് ശർമ്മയ്ക്ക് ശേഷം പിന്നെ പോകുന്ന രണ്ടാമത്തെ ഇന്ത്യക്കാരാണ് അദ്ദേഹം. കെന്നഡി സ്പേസ് സ്റ്റേഷനിൽ നിന്ന് അമേരിക്കയിലെ അവർ പറന്നു വരുന്നത് ഫാൽക്കൺ റോക്കറ്റ് അതാണ് അതിൻ്റെ പേര്. പിന്നെ 2-3 കാര്യങ്ങൾ നമുക്ക് ആക്സിയം 4 എന്ന ഒരു വിക്ഷേപണ ദൗത്യമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ 2-3 കാര്യങ്ങളിൽ കേരളക്കാർക്ക് അഭിനന്ദിക്കാം. 2-3 കുറച്ച് കാര്യങ്ങൾ കേരളത്തിൻ്റെ റോളുണ്ട്. ഒന്ന്, ISSDയുടെ ഒരു സാന്നിധ്യം ഇതിനകത്തുണ്ട്. അതോടൊപ്പം തന്നെ കാർഷിക സർവകലാശാല സ്ഥലത്തിൻ്റെ പേരെന്തായിരുന്നു, കാർഷിക സർവകലാശാല അവർ ഒരു കുറച്ച് വിത്തുകൾ കൊടുത്തു വിടുന്നുണ്ട് അവിടെ, സ്പേസിൽ കൊടുത്ത് മുളപ്പിക്കാവുന്നതായി. പിന്നെ അടുത്തത് കേരളത്തിൽ നിന്ന് മറ്റൊരു ദൗത്യം കൂടി ഇതിനകത്തുണ്ട്. അതായത് ഷുഗർ പേഷ്യൻസിന് പോകാനൊക്കുമെന്ന്, സ്പേസിലേക്ക് പോകാനൊക്കുമെന്നുള്ള ഒരു പരീക്ഷണം കൂടി ഇതിനകത്തുണ്ട്. 4 പേരടങ്ങുന്ന ഒരു ടീമാണ്. അത് ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ശുഭാൻശു ശുക്ല, അദ്ദേഹം സൈന്യത്തിലുള്ള വ്യക്തിയാണ്. അപ്പം ദൗത്യം വിജയകരമാകട്ടെ എന്ന് IF ഇന്ത്യയിലെ പ്രത്യേകം ആശംസിക്കുകയാണ്. അതോടൊപ്പം തന്നെ ശാസ്ത്ര കൗതുകമുള്ള കുട്ടികളെല്ലാവരോടും പറയുകയാണ്, നിങ്ങൾ ചെറുപ്പത്തിലെ സ്വപ്നം കണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെ പ്രിപ്പയർ ചെയ്യുക. ഇതിൽ 3-4 ക്വസ്റ്റ്യൻ PSCക്ക് വരും. അപ്പോൾ PSCക്ക് വരുന്ന ക്വസ്റ്റ്യൻസും മറ്റുള്ളവർ പ്രിപ്പയർ ചെയ്യാൻ പരിശ്രമിക്കുക. അപ്പോൾ ഭാരതത്തിൻ്റെ അഭിമാനമായിട്ട് അദ്ദേഹം പോയി തിരിച്ച് സേഫായിട്ട് വരട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ വരുന്ന തലമുറയിലെ കുഞ്ഞുങ്ങൾക്ക് ഇതൊരു പ്രചോദനമാകട്ടെ. ജോൺസൺ കരും.